അയ്യപ്പൻകോവിൽ മേരികുളത്ത് പഞ്ചായത്തിന് പുറത്തു പോകാത്ത ഓട്ടോയ്ക്ക് പെറ്റി കേസിന്റെ പ്രവാഹം. മേരികുളം ശൗര്യാംകുഴി ഷെറിൻ മാത്യുവിന്റെ ഉടമസ്ഥയിലുള്ള മോട്ടോർ ക്യാബിനാണ് നിരന്തരം ചെല്ലാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വിട്ടോടാത്ത മോട്ടോർ ക്യാബിനാണ് ജില്ലയ്ക്ക് പുറത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം പെറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ മേരികുളത്ത് മാത്രം ഓടുന്ന പഞ്ചായത്തിന് പുറത്തുപോലും പോകാത്ത മോട്ടോർ ക്യാബിനാണ് നിരന്തരം പെറ്റി ലഭിക്കുന്നത്. തമിഴ്നാട് അതിർത്തി കടന്നുപോയെന്ന് പറഞ്ഞ് 6 തവണയാണ് പെറ്റി ലഭിച്ചത്. വാഹന ടെസ്റ്റിംഗിനെത്തിയപ്പോൾ പെറ്റിയടയ്ക്കാതെ ടെസ്റ്റിംഗ് നടക്കാതെ വന്ന സാഹചര്യത്തിൽ ഇത് അടയ്ക്കേണ്ടതായി വന്നു. എന്നാൽ ഈ മാസം കൊടുങ്ങല്ലൂരിൽ സ്റ്റാർ ജംഗ്ഷനിൽ ട്രാഫിക് നിയമം ലംഘിച്ചുവെന്ന് പറഞ്ഞ് ചെല്ലാൻ ലഭിച്ചു. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്കൂട്ടിയാണ്. സലീം എന്ന പോലീസുകാരനാണ് കേസെടുത്തിരിക്കുന്നതും. ക്യാബ് വന്നതിനു ശേഷം പഞ്ചായത്ത് വിട്ട് ഓടിയതാകട്ടെ വണ്ടിപ്പെരിയാർ RTO ഓഫീസിലേക്ക് മാത്രമാണ്. ഓരോ പെറ്റിയുടെ മെസ്സേജ് വരുമ്പോഴും ക്യാബ് മേരികുളത്തുണ്ടാവും. മോട്ടോർ ക്യാബ് ഓടിക്കുന്നത് ഷെറിന്റെ ഭർത്താവ് സന്തോഷ് മാത്യുവാണ്. നിരന്തരം പെറ്റി വരാൻ തുടങ്ങിയതോടെ ഈ കുടുംബം ഇപ്പോൾ നിരാശയിലുമാണ്. എൻ്റെ വണ്ടി മോട്ടോർ ക്യാബ് ടാക്സി എന്നാണ് പറയുന്നത്. KL 37D 5134 എന്നാണ് എൻ്റെ വണ്ടിയുടെ നമ്പർ. ഈ വണ്ടിയായിട്ട് ഞാൻ തമിഴ്നാട് പോയെന്നും പറഞ്ഞിട്ട് നേരത്തെ 6 തവണ പോയതായിട്ട് മോട്ടോർ വാഹന വകുപ്പിൽ വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റാതെ വന്നിട്ട് ഈ പൈസയോടെ അടച്ചാണ് 630 രൂപയുടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും മോട്ടോർ വാഹന വകുപ്പിൽ ഇല്ല. അതുകൊണ്ട് ഇത് അടച്ചേ പറ്റത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട് ചെയ്തു. ഇപ്പം വന്നേക്കുന്നത് കൊടുങ്ങല്ലൂർ സ്റ്റാർ ജംഗ്ഷൻ NH17 എന്ന സ്ഥലത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതായിട്ട് ഫോട്ടോ ഇട്ടേക്കുന്നത് സ്കൂട്ടിയുടെ ഇതും 250 രൂപ ഫൈൻ അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം വന്നേക്കുന്നത്. ഇതുപോലെ ഈ വണ്ടിയുടെ നമ്പർ വെച്ച് വേറെ കള്ളവണ്ടി ഓടുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടേക്കുന്നത്. ഫോണേ മാത്രം മെസ്സേജ് വന്നേക്കുന്നതേ ഉള്ളൂ. ഇതിൽ കേസ് എടുത്തേക്കുന്ന ആളുടെ പേരും എഴുതിയിട്ടുണ്ട്, സലീം എന്നും പറഞ്ഞുകൊണ്ടാണ്. ഷെറിന്റെ ക്യാബിന്റെ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു വാഹനം ഓടുന്നതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം. നിരന്തരം പെറ്റി വരാൻ തുടങ്ങിയതോടെ ഇവർ പരാതിയുമായി RTO ഓഫീസിലെത്തി. എന്നാൽ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് പരാതി നൽകാൻ പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. വാഹനത്തിൽ GPS സംവിധാനമുള്ളതിനാൽ ഓടിയത് എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിയുവാനും സാധിക്കും. ഇത്രയേറെ സംവിധാനങ്ങളുണ്ടായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ പരാതി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.